ഒരു ചെറിയ കുടുംബത്തിന് ആവശ്യമായ കൂൺ കൃഷി ഇതേപോലെ 2 ബാഗിൽ നാം കൃഷി ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് ആ കുടുംബത്തിന് കഴിക്കാനുള്ള കൂൺ ഇതിലൂടെ ലഭിക്കുന്നു. ഇത് തയ്യാറാക്കിയിരിക്കുന്നത് വൈക്കോലിലാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതിനാദ്യമായി ചെയ്യേണ്ടത് വൈക്കോൽ ഇതുപോലെ ഒരു ദിവസം വെള്ളത്തിൽ കുതിർത്തി വെക്കുക. അതിനുശേഷം വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം 2 പ്ലാസ്റ്റിക് ബാഗിൽ 300 ഗ്രാം വിത്ത് നോക്കാം. ഇതാണ് കൂൺ വിത്ത്. ഇത് 300 ഗ്രാമാണ്. ഇതിൻ്റെ പകുതിയാണ് ഒരു ബാഗ് കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. അതായത് ആദ്യമായി നമ്മളിതിനെ നന്നായി പൊടിച്ചെടുക്കുന്നു. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലുള്ള ബാഗ് എടുത്ത് ആ ബാഗിനെ നേരെ ഉൾട്ടയായി ഈ രീതിയിൽ ആ കളറിനെ രൂപപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ വൈക്കോൽ എടുക്കുകയാണ്. വൈക്കോൽ എങ്ങനെയാണ് ഇതിൽ ഫില്ല് ചെയ്തത് നോക്കുക. വൈക്കോൽ ഇങ്ങനെ തെരിയ പോലെ രൂപപ്പെടുത്തി ഓരോ ലെയറായിട്ടാണ്. അങ്ങനെ ഈ ഒരു ബാഗിൽ നമുക്ക് 3 ലെയർ അല്ലെങ്കിൽ 4 ലെയർ വരെ ചെയ്യാം. ഓരോ ലെയറിൻ്റെ ഇടയിലാണ് ഈ കൂൺ വിത്തുകൾ നാം ഇട്ട് കൊടുക്കേണ്ടത്. ഇതിങ്ങനെ 14 ദിവസം വെളിച്ചം കടക്കാത്ത റൂമിലോ അല്ലെങ്കിൽ കാർഡ്ബോർഡ് ബോക്സിലോ നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു കുടുംബത്തിനാവശ്യമായ കൂൺ നമുക്ക് ലഭിക്കുന്നു. ഇതിന് ആകെ നമുക്ക് ചിലവാകുന്നത് 150 രൂപയിൽ താഴെയാണ്. നമുക്ക് ലഭിക്കുന്നതോ 1000 രൂപയോളം വിലയുള്ള കൂൺ ഇതിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഓരോ ലെയറായി വൈക്കോൽ വെച്ചതിന് ശേഷം അതിൻ്റെ ഓരോ ഇടയിലും ഈ കൂൺ വിത്ത് നമുക്കിങ്ങനെ ഫില്ല് ചെയ്യാം. മുന്നൂറ് ഗ്രാം കൂൺ വിത്തുണ്ടെങ്കിൽ നമുക്കിതുപോലുള്ള 2 ബാഗിൽ പ്ലാസ്റ്റിക് ബാഗിൽ നമുക്ക് കൃഷി ചെയ്യാം. ഇതേപോലെ വൈക്കോൽ നിറച്ചതിന് ശേഷം റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റാക്കി വെക്കുകയാണ് വേണ്ടത്. അതിനുശേഷം നമുക്ക് ഇതിൽ ഓരോ ഹോള് കൊടുക്കണം. അത് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഹോൾ ഉണ്ടാക്കും. അതിന് ഇത്തരത്തിലുള്ള സ്ക്രൂ ഡ്രൈവറോ ടെസ്റ്ററോ അത് തീർച്ചയായിട്ടും സ്റ്റെറിലൈസ് ചെയ്തതായിരിക്കണം. ആ ഒരു സാധനം കൊണ്ട് എല്ലാ ഭാഗത്തും ഇതേപോലെ മുകൾ ഭാഗത്ത് അടിഭാഗത്ത് ചെയ്യുക. ഇനി ഇതിനെ ഇരുട്ടുള്ള റൂമിൽ ഇതുപോലുള്ള നമുക്ക് ഇരുട്ടുമുറി ഇല്ല എങ്കിൽ നാം ഉപയോഗിക്കുന്ന ബെഡ്റൂമിൽ തന്നെ ഇതേപോലുള്ള ഒരു കാർഡ്ബോർഡ് പെട്ടിയിൽ അടച്ചു വെച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു തുണി, കറുപ്പ് തുണിയോ മറ്റോ ഇട്ട് മൂടി വെക്കുക. 14 ദിവസത്തേക്കാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. 14 ദിവസമായതിനു ശേഷം ഇത് പുറത്തെടുക്കണം. പുറത്തെടുത്ത് നാം എവിടെയാണോ കൂൺ കൃഷിക്ക് തയ്യാറാക്കിയിരിക്കുന്ന ഹോള്, ഷെഡ്, അത് നമുക്ക് എവിടെയാണോ ലഭ്യമാകുന്നത് അവിടെയാണ് നമുക്ക് ഇത് ഹാങ് ചെയ്തിടേണ്ടത്. അവിടെയും കൂടുതൽ ഇരുടൊന്നും വേണമെന്നില്ല. പക്ഷേ താപനിലയൊക്കെ ക്രമപ്പെടുത്തി കൂടുതൽ ചൂടൊന്നുമില്ലാതെ ഒരു സ്ഥലമായിരിക്കണം. അത് വൃത്തിയായ സ്ഥലമായിരിക്കണമെന്ന് നിർബന്ധം. ആദ്യമായി മഷ്റൂമിന് വേണ്ടിയുള്ള ഉറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഉറി ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതുപോലുള്ള ഏത് കയറായാലും, കോട്ടൺ ആയാലും പ്ലാസ്റ്റിക് ആയാലും ഇതുപോലുള്ള കയറെടുക്കും. അതിങ്ങനെ 2ആയി മടക്കി ഈ ഭാഗം ഇങ്ങനെ ബന്ധിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഡൈനിങ് ടേബിളോ മറ്റേതെങ്കിലും ഒരു ടേബിളിൻ്റെ മുകളിൽ ഇതുപോലെ കയറിനെ നിവർത്തി വെക്കുക.
രണ്ടായി മടക്കിയതിന് ശേഷം ഈ അഗ്രഭാഗം ഇതേപോലെ കെട്ടുക. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പ്രകാരം ശ്രദ്ധിക്കുക. വീഡിയോയിൽ കാണുന്ന പ്രകാരം ഒരു ടേബിളിൽ, നമ്മൾ പ്ലാസ്റ്റിക് കയറായതുകൊണ്ട് കുറച്ച് മയം കുറവായിരിക്കും. നേരെ മറിച്ച് ഒരു കോട്ടൺ ചരടാണെങ്കിൽ നല്ല മയത്തിൽ അത് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് വിഷമമുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ അതിൻ്റെ മറ്റൊരു അഗ്രഭാഗം ഇതേപോലെ മടക്കി ഉൾഭാഗത്തേക്ക് കടത്തി വെച്ചതിന് ശേഷം നമ്മുടെ ഈ ബാഗ് അത് എന്താണോ, ഏത് സാധനമാണോ നമുക്ക് ഉറിയായി ഉപയോഗിക്കേണ്ടത് ആ സാധനം ആ സമയത്ത് ഈ കയറിന് മുകളിൽ ഇതുപോലെ വെച്ച് നമ്മൾ ബന്ധിപ്പിച്ച ആ ഭാഗം ഉള്ളിലൂടെ വെളിയിലേക്ക് എടുക്കുന്നു. അങ്ങനെ വെളിയിലേക്ക് എടുത്തു. വെളിയിലേക്ക് എടുത്തതിന് ശേഷം വീണ്ടും അതിനെ പിറകിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ അടിവശത്തുള്ള ആ കെട്ടിനെ വലിക്കുന്നു. നമ്മളെടുത്തത് പ്ലാസ്റ്റിക് കയറായതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടാണ്. ഇതേപോലെ ഒരു കെട്ടായി മാറും. നമുക്ക് ഈ കാണുന്ന പോലെ ഉറിയായി ഉപയോഗിക്കാം. നോക്കൂ, എത്ര സിമ്പിൾ മനോഹരമായ ഉറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ സിമ്പിളാണ്, നമുക്ക് ഇത് പരീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ വീട്ടാവശ്യത്തിനുള്ള കൂൺ ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ 2 ബാഗ് കൃഷി ചെയ്താൽ നമുക്ക് ഒരു വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയുള്ള കൂൺ ഇതിൽ നിന്നും ലഭിക്കും. പ്ലാസ്റ്റിക് ചരടോ കോട്ടൺ ചരടോ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ലളിതമായ രീതിയിൽ ഉറിയുണ്ടാക്കാം. കോട്ടൺ ആണെങ്കിൽ അല്പം മയമുണ്ടാവും, പ്ലാസ്റ്റിക് ആണെങ്കിൽ കുറച്ച് മയമുണ്ടാവില്ല. ആ ഒരു പ്ലാസ്റ്റിക് ആയതുകൊണ്ടുള്ള ചെറിയ ഒരു ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയാണ് ഉറിയുണ്ടാക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉണ്ടാക്കുന്ന രീതി മനസ്സിലാക്കാൻ പറ്റും. ഇതേപോലെ ആണ് ഉറിയുണ്ടാക്കേണ്ടത്. അങ്ങനെ 14 ദിവസത്തിന് ശേഷമുള്ള ആ കൂണിൻ്റെ അവസ്ഥയാണിത്, വിത്തിൻ്റെ അവസ്ഥയാണിത്. ഇനിയാണ് ഇത് നമുക്ക് ഹാളിലേക്ക് മാറ്റുന്നത്. ഹാളിലേക്ക് മാറ്റിയതിന് ശേഷം ദിവസവും നമ്മളിതിന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതിൽ നിന്ന് വിത്ത് മുളക്കാൻ തുടങ്ങിയാൽ 3-ാം പക്കത്തിൽ ഇതിൻ്റെ വിളവെടുക്കണം, അല്ലെങ്കിൽ അത് മോശമായി പോകും. അങ്ങനെ നമ്മൾ ഹാളിൽ ഇത് ഹാങ് ചെയ്യാൻ കൊണ്ടുപോവുകയാണ്. തൽക്കാലം നമ്മളിവിടെ ഒരു ഷെഡ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. വലിയ തയ്യാറെടുപ്പൊന്നുമില്ല, പക്ഷേ ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് കൂടുതൽ പഠിക്കാനും ഒക്കെയാണ് ഞാൻ തൽക്കാലം തയ്യാറാക്കിയ ഒരു ഷെഡാണിത്. ഈ കൃഷിയൊന്ന് വിപുലമാക്കണമെന്ന് ആഗ്രഹമുണ്ട്. കൃഷിഭവനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ വിത്തിൻ്റെ ലഭ്യതക്കുറവാണ് കാര്യമായ പ്രശ്നം. കണ്ണൂർ ജില്ലയിൽ ചാലോട് ഭാഗത്തെങ്ങാനാണ് ഉള്ളത്. ഞാനവരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ലഭിക്കുന്നത് കരിമ്പത്താണ്. കരിമ്പത്ത് ഇപ്പോൾ അവിടെ ചില വർക്ക് നടക്കുന്നതുകൊണ്ട് വിത്ത് അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഹാങ് ചെയ്തിടുക. ദിവസവും ഇടവിട്ടിടവിട്ട് വെള്ളം ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. വിത്ത് മുളക്കാൻ തുടങ്ങിയ 3-ാം ദിവസം അല്ലെങ്കിൽ 4-ാമത്തെ ദിവസം നിർബന്ധമായും വിത്ത് വിളവെടുത്തിരിക്കണം. അങ്ങനെ 15 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു റൂമിലേക്ക്, ഇരുട്ട് റൂമിലേക്ക് നമ്മുടെ മഷ്റൂമിനെ മാറ്റിയിരിക്കുകയാണ്. ഇനി എല്ലാ ദിവസവും നമുക്ക് ഇതിന് മുകളിൽ വെള്ളം സ്പ്രേ ചെയ്യണം. 2 എണ്ണം മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതൊരു സാമ്പിളിന് വേണ്ടിയാണ്, നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ്. 21 ദിവസമായതിനു ശേഷം നമ്മുടെ വിളവാണിത്. ഇന്നിതിൻ്റെ വിളവെടുപ്പാണ്. അങ്ങനെ 21-ാമത്തെ ദിവസം നമുക്ക് കൂൺ ലഭിച്ചിരിക്കുകയാണ്. കണ്ണൂർ ഷറഫ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഈ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ്. പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.